ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് അവലും നേന്ത്രപ്പഴവും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്, ഒരു നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അവലൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ അവൽ ഞാൻ ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പിൽ കൂടുതൽ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ 1 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ തേങ്ങയും അവലും നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ പാകം. നമുക്കൊന്ന് പൊടിഞ്ഞു വരാനാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്ത് കിട്ടാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല പോലെ ചൂടാറിയ ശേഷം നമുക്ക് മിക്സി ജാറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. മിക്സിൻ്റെ വലിയ ജാർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒറ്റ ബാച്ചായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. ചെറിയ ജാറാകുമ്പോൾ 2 തവണയായിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ടി വരും. ഇതേപോലെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി, ഒരുപാട് ഫൈനായിട്ടുള്ള പൊടിയൊന്നും ആക്കിയെടുക്കണ്ട. ഇനി പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേന്ത്രപ്പഴം അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ട് വഴറ്റി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുമൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. പഴമൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ മാത്രം പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര പാനിയാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ ശർക്കരയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതൊക്കെ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഏലക്കപ്പൊടി ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ. ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള അവലും തേങ്ങയും മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ അവൽ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റി വരും. ഇനി നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ ഇതേപോലെ കൊടുക്കുമ്പോൾ അവർ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. അപ്പോൾ പഴം കഴിക്കാത്തവർക്കും ഈ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് എടുത്ത അവൽ വെള്ള അവലാണ്. വളരെ തിന്നായിട്ടുള്ള അവലുണ്ടല്ലോ, ആ ഒരു അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് അവലാണോ ഉള്ളത് ആ അവൽ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചുമന്ന കട്ടിയുള്ള അവൽ വേണമെങ്കിൽ അതും എടുക്കാം. ഏത് അവലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഇതിലെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5 കാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരുപാട് തണുപ്പിക്കേണ്ട, ചെറിയ ഒരു ചൂടാകുമ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതായത് ഒരു ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ നമ്മൾ ലഡു ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവാറുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നേന്ത്രപ്പഴവും ശർക്കരയും അവലും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അതേപോലെ തന്നെ നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. നെയ്യ് ചെറുതായിട്ട് ആ പഴം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാ നേന്ത്രപ്പഴം അവലും ഒക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാം.